നമസ്കാരം കൂട്ടുകാരെ. 2024 പുറത്തിറങ്ങിയ അതിഗംഭീര ആക്ഷൻ ചലച്ചിത്രം മാർക്കോ പാൻ ഇന്ത്യൻ ഫിലിമായി ഇറങ്ങി വളരെയധികം ജനശ്രദ്ധ പിടിച്ചുപറ്റാനും ക്രിട്ടിക്കൽ അക്ലമേഷൻ നേടാനും ബോക്സ് ഓഫീസിൽ തരംഗമാവാനും കഴിഞ്ഞ ചലച്ചിത്രമായിരുന്നു മാർക്കോ. ഹനീഫ് അദേനി എഴുതി സംവിധാനം ചെയ്ത് ഉണ്ണി മുകുന്ദൻ സെൻട്രൽ ക്യാരക്ടറായി എത്തിയ ചലച്ചിത്രം മിക്കായേൽ എന്ന നിവിംപോളി ചലച്ചിത്രത്തിന്റെ സ്പിൻ ഓഫ് ആയിരുന്നു. എ സർട്ടിഫിക്കറ്റ് നേടി പുറത്തെത്തിയ ചലച്ചിത്രം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന എ സർട്ടിഫിക്കറ്റ് ചലച്ചിത്രമായി മാറിയതിൽ തെല്ലും അതിശയിക്കാനില്ല. അത്രമേൽ മികച്ച രീതിയിലാണ് ഈ ചലച്ചിത്രത്തിലെ ആക്ഷൻ രംഗങ്ങളും വയലൻസും ഒക്കെ കോർത്തിണക്കിയിരിക്കുന്നത്. ഏറെ രസകരമായ ചലച്ചിത്രത്തിന്റെ കഥാസംഗ്രഹം നമുക്കൊന്ന് കേട്ടുനോക്കിയാലോ? കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. കഥ ആരംഭിക്കുന്നത് തന്നെ ഒരു ഫാക്ടറിയിൽ നിന്നുമാണ്. പുറമേ നിന്നും അതൊരു ഫാക്ടറി ആണെങ്കിലും പലതരം ഇല്ലീഗൽ ഇടപാടുകളും അവിടെ അരങ്ങേറുന്നുണ്ടായിരുന്നു. അതിൽ പ്രധാനമായിരുന്നു അണ്ടർഗ്രൗണ്ട് ഫൈറ്റിംഗും അതിൽ നടക്കുന്ന പന്തയം വെക്കലുകളും. അന്നവിടെ ഫൈറ്റ് കാണാൻ വിക്ടർ എന്ന പേരുള്ള അന്ധനായ ഒരു യുവാവുണ്ടായിരുന്നു. വിക്ടർ ഇരിക്കുമ്പോ വിക്ടറിനടുത്തേക്ക് സുഹൃത്തായ വസീം വന്നു. വസീം എത്തിയതും വസീമിന്റെ പെർഫ്യൂമിന്റെ മണവും അവന്റെ സാന്നിധ്യവും വളരെ പെട്ടെന്ന് തന്നെ വിക്ടർ മനസ്സിലാക്കി വസീമിനെ തിരിച്ചറിഞ്ഞു. അന്ധനാണെങ്കിലും വിക്ടർ വളരെയധികം ഇന്റലിജന്റ് ആയിരുന്നു. അവർ അവിടെ ഇരുന്ന് ഫൈറ്റിനെ പറ്റി ഒരുപാട് സംസാരിക്കുന്നുണ്ട്. വസീമിൽ നിന്ന് കമന്ററി പോലെ ഓരോ കാര്യവും വിക്ടർ കേട്ടറിഞ്ഞു. മത്സരശേഷം ഇരുവരും പുറത്തിറങ്ങി. ആ സമയമാണ് വസീമിന്റെ ഇക്കാക്കിയായ താരിക്കിൽ നിന്ന് കോൾ വരുന്നത്. അവർക്ക് സ്വന്തമായ ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുണ്ട്. രണ്ടുപേരുടെയും പേരിലാണ് അതിന്റെ ലൈസൻസ് ഉള്ളത്. ലൈസൻസ് ഉള്ള ആ കമ്പനിയിൽ അനധികൃതമായി മയക്കുമരുന്ന് നിർമ്മാണം നടത്താൻ ഒരു പദ്ധതി താരിക്കിനുണ്ടായിരുന്നു. വസീമും കൂടി അതിന് സമ്മതിക്കാൻ വേണ്ടിയായിരുന്നു താരിഖ് അവനെ വിളിച്ചത്. പക്ഷേ വസീമാകട്ടെ ഇത്തരം മയക്കുമരുന്ന് ഇടപാടുകളിലേക്കൊന്നും താനില്ലെന്ന് തീർത്തു പറഞ്ഞു. തന്റെ പേരിൽ കൂടി ലൈസൻസ് ഉള്ള തങ്ങളുടെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി അങ്ങനെ ഒന്നിന് വിട്ടുകൊടുക്കാൻ സാധിക്കില്ല എന്നും പറഞ്ഞു വെച്ചു. പിന്നാലെ വിക്ടർ വസീമിനോട് കാര്യം എന്തെന്ന് തിരക്കി. വസീം പറഞ്ഞു ഇക്കാക്ക് കുറെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇക്ക പക്ഷേ ഇപ്പോ ഒരു കാർട്ടലിൽ ചെന്നു വിട്ടു. മയക്കുമരുന്ന് കാർട്ടലാണോ? വിക്ടർ ചോദിച്ചു. അതെന്നായിരുന്നു വസീമിന്റെ മറുപടി. സംസാരിച്ചുകൊണ്ട് വിക്ടർ മുമ്പോട്ട് നടന്നു. ഈ സമയം അവർക്കെതിരെ കുറച്ചാളുകൾ നടന്നു വരുന്നുണ്ടായിരുന്നു. തന്റെ ഒപ്പം വന്നിരുന്ന വസീം ഇടയ്ക്ക് വെച്ച് നിന്നുപോയത് വിക്ടർ അറിഞ്ഞതേയില്ല. മുമ്പിൽ കിടന്ന വണ്ടിയിൽ തട്ടിയപ്പോഴായിരുന്നു വിക്ടറിൽ ഒരു ഞെട്ടലുണ്ടായത്. ആ വണ്ടി ഒരു ഡിഫൻഡർ ആണെന്ന് തന്റെ ടച്ചിൽ വിക്ടർ തിരിച്ചറിഞ്ഞു. തിരിച്ച് വസീമിനെ നോക്കാനായി വന്ന വിക്ടർ തപ്പിത്തടഞ്ഞ് തട്ടി വീണപ്പോ കണ്ടത് വസീം കൊല്ലപ്പെട്ട് കിടക്കുന്നതായിരുന്നു. അതിന്റെ തൊട്ടടുത്തായി വസീമിനെ കൊന്ന റസൽ എന്ന വ്യക്തിയും സംഘാംഗങ്ങളും നിൽക്കുന്നുണ്ടായിരുന്നു. അന്ധനായതുകൊണ്ട് അവർ വിക്ടറെ ഒന്നും ചെയ്യാതെ വെറുതെ വിട്ടു. പിറ്റേന്ന് പോലീസ് എൻക്വയറി അരങ്ങേറുകയാണ്. CI അശോകായിരുന്നു കേസ് അന്വേഷിക്കുന്നത്. അവർക്ക് കിട്ടിയിട്ടുള്ള ആകെ ഒരു സാക്ഷിയായി വിക്ടർ കാര്യങ്ങൾ അശോകിനോട് വിശദീകരിച്ചു. കൂട്ടത്തിൽ തന്റെ ഇന്റലിജൻസ് ഉപയോഗിച്ച് അവർ വന്നതൊരു ഡിഫൻഡർ കാറിലായിരുന്നുവെന്നും കില്ലർ ഉപയോഗിച്ചിരുന്ന പെർഫ്യൂമിന്റെ പേരടക്കം വിക്ടർ അശോകിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അന്വേഷണം വസീമിന്റെ സഹോദരൻ താരിഖിലേക്ക് നീണ്ടു. താനും വസീമും നല്ല ബന്ധത്തിലായിരുന്നു എന്നായിരുന്നു താരിഖ് പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞത്. സ്വത്തുക്കളൊക്കെ താരിഖിന്റെയും വസീമിന്റെയും പേരിലല്ലായിരുന്നു എന്ന പോലീസിന്റെ ചോദ്യത്തിന് നിങ്ങളുടെ ഉദ്ദേശം മനസ്സിലായി എന്ന തരത്തിൽ താരിഖ് മറുപടിയും പറയുന്നുണ്ട്. അടുത്ത ദിവസം വസീമിന്റെ മരണാനന്തര ചടങ്ങുകൾ നടക്കുകയായിരുന്നു. വിക്ടർ അവിടെ ഇരിക്കുമ്പോഴാണ് വസീമിനെ വകവരുത്തിയ റസലും സംഘവും ഡിഫൻഡർ കാറിൽ അങ്ങോട്ടേക്ക് വന്നെത്തുന്നത്. റസൽ അകത്തേക്ക് നടന്നു കയറിയതും കാലുച്ചയുടെ ശബ്ദവും റസലിന്റെ പെർഫ്യൂമും കൂടി കൂട്ടി വായിച്ച് വന്നത് വസീമിന്റെ കില്ലറാണ് എന്ന് വിക്ടർ തിരിച്ചറിഞ്ഞു. വന്നു കയറിയ റസലാണെങ്കിൽ താരീഖിനെ ആശ്ലേഷിച്ച് വരവറിയിക്കുന്നുണ്ടായിരുന്നു. വസീമിന്റെ മരണത്തിൽ എന്തൊക്കെയോ ഗൂഢാലോചനകളുണ്ട് എന്ന് മനസ്സിലായ വിക്ടർ നേരെ പുറത്തേക്കിറങ്ങി. പുറത്തെത്തിയതും ഡിഫൻഡർ കാറിൽ തട്ടി വീഴാൻ പോയി. കാർ ഡിഫൻഡർ കൂടിയാണെന്ന് മനസ്സിലായതും വന്നത് വസീമിന്റെ കൊലയാളി തന്നെയാണ് എന്ന് വിക്ടർ തീർച്ചപ്പെടുത്തി. പിന്നാലെ അവിടെ നിന്ന് പുറത്തേക്ക് കടക്കാൻ തുടങ്ങിയ വിക്ടർ തന്റെ കാമുകിയായ ഇഷയെ വിവരം വിളിച്ചറിയിക്കാൻ നേരിട്ട് കാണണമെന്ന് പറഞ്ഞു. വിക്ടറിന്റെ ഭാവമാറ്റവും വിക്ടർ ആ പോകുന്നതൊക്കെ റസൽ നോക്കിക്കണ്ടിരുന്നു. പിന്നെ വൈകിയില്ല. വിക്ടർ അവിടെ നിന്ന് തട്ടിക്കൊണ്ട് പോവപ്പെടുകയാണ്. വിക്ടർ എത്തിക്കപ്പെട്ടത് ടോണീസ് കെമിക്കൽ എന്ന ഒരു ഫാക്ടറിയിലേക്കായിരുന്നു. റസലിന്റെയും സംഘത്തിന്റെയും ഫാക്ടറിയാണ് അത്. അവിടെ വെച്ച് റസൽ വിക്ടർ എങ്ങനെ തന്നെ തിരിച്ചറിഞ്ഞു എന്ന കാര്യത്തിൽ വിക്ടറെ പുകഴ്ത്തുകയുണ്ടായി. പിന്നാലെ നടന്ന കാര്യങ്ങൾ വിക്ടറോട് വിശദീകരിച്ചു. താരിഖ് മയക്കുമരുന്ന് ബിസിനസ് ചെയ്യാനിരുന്നത് റസലിനും സംഘത്തിനുമൊപ്പമായിരുന്നു. വസീം അതിന് കൂട്ടുനിൽക്കില്ല എന്ന് കണ്ടതും വസീമിനെ കൊല്ലാൻ പറഞ്ഞത് വസീമിന്റെ സഹോദരൻ താരിഖ് തന്നെയാണ്. റസലും സംഘവും അതങ്ങ് നിറവേറ്റി. വിവരം അറിഞ്ഞതും വിക്ടർ ദേഷ്യത്തിൽ റസലിനെതിരെ തട്ടിക്കയറി റസലിനെ അപമാനിക്കുന്ന തരത്തിൽ സംസാരിച്ചു. ദേഷ്യം വന്ന റസൽ തന്റെ കയ്യാളിനോട് താൻ ചെയ്യുന്ന പ്രവൃത്തി ഷൂട്ട് ചെയ്യാൻ പറഞ്ഞ ഫോൺ കൊടുത്ത ശേഷം വിക്ടറെ പൊക്കിയെടുത്ത് ആസിഡ് നിറച്ച ഒരു ഗ്ലാസ് ജാറിനകത്തേക്ക് താഴ്ത്തുകയാണ്.
പിന്നാലെയാണ് ഹൈലി കോൺസെൻട്രേറ്റഡ് ആയ ആസിഡിൽ വിക്ടർ ഉരുകി ഒരു മാംസപിണ്ഡമായി മാറി. കഥ അവിടെ നിന്നും മാഫിയ ബോസായ ടോണിയിലേക്ക് തിരിയുന്നു. ബുദ്ധി കൊണ്ട് കാര്യങ്ങൾ പ്രവർത്തിപ്പിക്കുന്ന ക്രൂരനായ ഒരു മാഫിയ ബോസായിരുന്നു അയാൾ. റസലിന്റെ അച്ഛനാണ്. നടന്ന വിവരങ്ങൾ ടോണി അറിഞ്ഞിരുന്നു. ഇങ്ങനെ എത്ര പേരെ കൊന്നുതള്ളും, ഒരു കണ്ണുപൊട്ടനാണ് നിന്നെ തിരിച്ചറിഞ്ഞത്, സൂക്ഷിക്കണം എന്ന തരത്തിൽ ടോണി റസലിനെ വാൺ ചെയ്തു. കൂട്ടത്തിൽ തന്റെ വലങ്കയ്യായ ദേവരാജിനെയും. പിന്നാലെ റസലിനോടായി പറഞ്ഞു, കാര്യങ്ങൾ കയ്യൂക്കുകൊണ്ടല്ല നടത്തേണ്ടത്, നീ നിന്റെ ചേട്ടന്റെ പാതയിൽ പോവരുത്. സൈറസ് ഒരു ഭ്രാന്തനാണ്, എന്താവശ്യമുണ്ടെങ്കിലും നിനക്ക് എന്റെ അടുത്തേക്ക് വരാം. ടോണി തന്റെ മകനെ ചേർത്ത് പിടിച്ചിരുന്നു. അടുത്ത ദിവസം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ മാംസപിണ്ഡമായി മാറിയ വിക്ടറിന്റെ മൃതദേഹം കിട്ടി. പരിശോധനയും ഇൻക്വസ്റ്റ് നടപടികളും പൂർത്തിയായി. പക്ഷേ ആരുടേതെന്ന് മൃതദേഹം തിരിച്ചറിയാൻ പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല. അടുത്ത ദിവസമാണ് വിക്ടറെ പറ്റി ഒരറിവുമില്ലാതെ വിക്ടറിന്റെ കാമുകിയായ ഇഷ വിക്ടറിന്റെ തിരോധാനത്തെപ്പറ്റി പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാൻ എത്തിയത്. ഇഷ പറഞ്ഞ കാര്യങ്ങളും വസീമിന്റെ കൊലപാതകവും കൂടി കൂട്ടിവായിച്ചപ്പോ CI അശോകിനും അസിസ്റ്റന്റ് SIക്കും കൊല്ലപ്പെട്ട് കിട്ടിയ മാംസപിണ്ഡം വിക്ടറുടേതാണോ എന്ന കാര്യത്തിൽ സംശയങ്ങൾ തോന്നി. അത്തരത്തിൽ അവർ DNA പരിശോധനയും മറ്റും നടത്തിയപ്പോൾ വിക്ടറിന്റെ ബോഡിയാണ് കണ്ടുകിട്ടിയിട്ടുള്ളത് എന്നങ്ങ് തെളിയുകയായിരുന്നു. വിവരം മനസ്സിലാക്കിയ CI ഉദ്യോഗസ്ഥ സംഘത്തിനൊപ്പം സുപ്പീരിയർ ഓഫീസറെ കണ്ടു. അവിടെ വെച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. വസീമിന്റെ കൊലപാതകവും പിന്നീട് നടന്ന വിക്ടറിന്റെ കൊലപാതകവും അടക്കം അവരുടെ ചർച്ചയിലേക്ക് വന്നു. അഡാട്ട് ജോർജ് എന്ന വലിയൊരു കുടുംബത്തിലെ മാഫിയ ബോസിന്റെ അനിയനായിരുന്നു കൊല്ലപ്പെട്ട വിക്ടർ. എന്തിനും മടിക്കാത്ത കച്ചവടക്കാരനാണ് അഡാട്ട് ജോർജ്. പക്ഷേ അവിടെ ഭയക്കേണ്ടതായിട്ടുള്ള ഒരുവനുണ്ട്, ദത്തപുത്രനായ മാർക്കോ. അവന് കച്ചവടത്തെക്കാൾ വലുത് കുടുംബമാണ്. കുടുംബത്തിനു വേണ്ടി ചെയ്ത കുറ്റകൃത്യങ്ങളുടെയും മറ്റും കേസുകൾ ഇപ്പോഴും അവന്റെ പേരിലുണ്ട്. നല്ല നടപ്പിനായി ജോർജ് തന്നെ അവനെ എൻഗേജ്മെന്റിനു ശേഷം ഇറ്റലിയിലേക്ക് നാടുകടത്തിയിരിക്കുകയാണ്. മാർക്കോയെ കൂടുതൽ ഭയപ്പെടണം. സുപ്പീരിയർ ഓഫീസറുടെ വാക്കുകൾ മറ്റ് പോലീസ് ഇൻസ്പെക്ടേഴ്സിന്റെ മുഖത്ത് ഭയപ്പാട് വിതറുന്നുണ്ടായിരുന്നു. വിക്ടറിന്റെ മരണവിവരം അഡാട്ട് കുടുംബത്തിലേക്ക് എത്തിയിരുന്നു. കുടുംബാംഗങ്ങൾ ഒന്നുചേർന്നു. ജോർജ് ആകെ തകർന്നിരിക്കുകയായിരുന്നു. ആ സമയം കുട്ടികൾക്കിടയിൽ മാർക്കോയെ പറ്റിയുള്ള സംസാരം കടന്നു വന്നു. കുറച്ചു കുട്ടികൾ മാർക്കോ ഒരു സൂപ്പർ ഹീറോ ആണെന്ന് പറയുമ്പോൾ ചില കുട്ടികൾ പറഞ്ഞത് മാർക്കോ ഒരു ഡെവിളാണെന്നായിരുന്നു. നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയാൽ ചോദിക്കാൻ ഒരാളേ ഉള്ളൂ എന്നും ആ കുട്ടി പറയുന്നുണ്ട്. പിന്നാലെ അവരൊരു സംഭവകഥ പറഞ്ഞു. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പാണ് വീട്ടിലേക്കൊരു കോൾ വന്നു. ഒരു റാൻസം കോൾ. ജോണി എന്ന ഗുണ്ട പണത്തിനു വേണ്ടി അഡാട്ട് ജോർജിനെ വിളിച്ചിരുന്നു. സഹോദരനെ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട് എന്ന് പറഞ്ഞായിരുന്നു അത്. വിക്ടറിനെയാണോ ജോണി തട്ടിക്കൊണ്ടുപോയത് എന്നോർത്ത് ആദ്യം ജോർജ് ഭയക്കുന്നുണ്ട്. പക്ഷേ നോക്കുമ്പോൾ വിക്ടർ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അതോടെ ജോർജിനൊരു കാര്യം മനസ്സിലായി, അവർ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത് മാർക്കോയെയാണ്. അതോടെ ജോണിയുടെ കാര്യത്തിലൊരു തീരുമാനമാവും എന്ന് ജോർജ് ചിരിയോടെ പറയുന്നു പോലുമുണ്ട്. കുടുംബത്തിനു വേണ്ടി ഏതറ്റം വരെയും സഞ്ചരിക്കുന്ന, ഏത് ക്രൂരകൃത്യവും ഒരു കൂസലുമില്ലാതെ നിർവഹിക്കുന്ന ചോര കണ്ട് അറപ്പുമാറിയ ഒരുത്തൻ മാർക്കോ. അന്നും അവിടെ അതുതന്നെയായിരുന്നു സംഭവിച്ചത്. ജോണിയെയും സംഘത്തെയും മാർക്കോ ചോരയാൽ പൊതിഞ്ഞു. ചോരക്കളത്തിന് നടുവിൽ നിന്ന് അവൻ അവരോട് യുദ്ധം ചെയ്തു. ഓരോരുത്തരെയും കൊന്നുതള്ളി. അഡാട്ട് കുടുംബത്തിലെ അംഗങ്ങളിൽ ആൻസി എന്ന ഒരു സ്ത്രീക്ക് മാത്രം മാർക്കോയുടെ വലിയ മതിപ്പുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ചും സ്വത്ത് കാര്യങ്ങൾ വരുമ്പോ മാർക്കോക്ക് കൂടി സ്വത്ത് വീതം വെക്കണം എന്ന ഘട്ടം വന്നപ്പോ വല്യപ്പച്ചനെ അടക്കം കൊണ്ടുവന്ന് അത് വേണ്ടെന്ന് വെക്കാൻ വേണ്ടി ആൻസി ശ്രമിച്ചതുമാണ്. പക്ഷേ ജോർജും അന്ന് ജീവിച്ചിരുന്ന വിക്ടറും ഒക്കെ കൂടി അവരുടെയൊക്കെ വായടപ്പിച്ചു. മാർക്കോ തങ്ങൾക്കാരാണ് എന്ന് പുറത്തുനിന്ന് വന്നവർ പറഞ്ഞു തരണ്ട എന്ന് വല്യപ്പച്ചനോട് വിക്ടർ തീർത്തു പറഞ്ഞു. മാർക്കോയേറെ സ്നേഹിച്ചിരുന്ന ജോർജിനും അതിലൊരു എതിരഭിപ്രായമുണ്ടായിരുന്നില്ല. വിക്ടറും മാർക്കോയും അത്രമേൽ സുഹൃത്തുക്കളും അത്രമേൽ സ്നേഹിച്ചിരുന്നവരുമായിരുന്നു. മാർക്കോക്കൊപ്പം നിൽക്കുമ്പോ വിക്ടർ ഒരിക്കൽ ചോദിച്ചു, എനിക്ക് കാഴ്ച കിട്ടിയ ആദ്യമാരെയെ കാണേണ്ടെന്നറിയാമോ? മാർക്കോ പറഞ്ഞു, നീ പറയണ്ട, എന്റെ പേര് നീ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് വിഷമമാകും. മാർക്കോയ്ക്ക് അത്രമേൽ പ്രിയപ്പെട്ട ആ വിക്ടറാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. മരണാനന്തര ചടങ്ങുകൾ നടക്കുമ്പോൾ പള്ളിയിലേക്ക് മാർക്കോ കയറി വന്നു. നേരെ മൈക്കിന് മുമ്പിൽ പോയി അവൻ ആകെ പറഞ്ഞത് ഒന്നു മാത്രമായിരുന്നു, എന്റെ വിക്ടർ ഇല്ലാതാക്കിയവരെ മുഴുവൻ ഞാൻ കൊല്ലും. ചോര കൊണ്ട് ഞാൻ അവരെ കുളിപ്പിക്കും, തീ കൊണ്ട് പൊതിയും, മണ്ണുകൊണ്ട് മൂടും. അന്ന് അത് കേൾക്കുന്ന ഏവരുടെയും മുഖത്തും ഒരു ഭയം വിരിയുന്നുണ്ട്. മാർക്കോ നടത്തിയ പ്രതികാര പ്രസംഗം ഏവരെയും ഭയപ്പെടുത്തിയിരുന്നു. അന്ന് തിരികെ വീട്ടിലെത്തിയപ്പോ ജോർജ് മാർക്കോയെ ചോദ്യം ചെയ്തു. മാർക്കോ പ്രതികാരത്തിനിറങ്ങിയാൽ കുടുംബം ഒന്നടങ്കം ഇല്ലാതാകും എന്ന് ആൻസി അടക്കം ഭയത്തോടെ പറയുന്നുമുണ്ട്. തമ്മിത്തല്ലി ചാവാനാണ് അവൻ ശ്രമിക്കുന്നത് എന്നായിരുന്നു ആൻസിയുടെ ഭർത്താവിന്റെ ആരോപണം. ജോർജും അവരുടെ കൂടെ നിന്ന് മാർക്കോയെ തടയാൻ ശ്രമിച്ചു. പക്ഷേ മാർക്കോയുടെ വാക്കുകൾ അത്രമേൽ വിലപ്പെട്ടതായിരുന്നു. അവരെല്ലാവരും തന്റെ കൂടപ്പിറപ്പുകളാണെന്നും തന്നെ അവർ അകറ്റി നിർത്തിയാലും തനിക്ക് ഏറ്റവും വലുത് അവരാണെന്നും മാർക്കോയുടെ വാക്കുകളിൽ നിറഞ്ഞിരുന്നു. ഒക്കെ കേട്ട
കേട്ട ജോർജ് പറഞ്ഞു, മാർക്കോ, നിന്നെ ഈ കുടുംബത്തിനാവശ്യമുണ്ട്. നീ എന്റെ വഴിയിൽ വരരുത്. ആരുടെയൊക്കെയോ ഭിക്ഷയാണ് എന്റെ ഈ ജീവിതം പോലും. വിക്ടറിന്റെ മരണത്തിന് കാരണക്കാരായവരെ ഞാൻ കൈകാര്യം ചെയ്തോളാം. അതോടെ മാർക്കോ ഒന്ന് അടങ്ങി നിന്നു. മാർക്കോയുടെ ഓർമ്മകളിൽ മുഴുവൻ വിക്ടറിനൊപ്പമുള്ള നല്ല നിമിഷങ്ങളായിരുന്നു. ഒരിക്കൽ കണ്ണു കാണാൻ പാടില്ലാത്ത വിക്ടർ വണ്ടി ഓടിക്കണമെന്ന ആഗ്രഹം പങ്കുവെച്ചപ്പോ അതുപോലും മാർക്കോ അവന് വേണ്ടി സാധിച്ചു കൊടുക്കുന്നുണ്ട്. വിക്ടറിന്റെ മരണാനന്തര ചടങ്ങുകളൊക്കെ കഴിഞ്ഞ ശേഷം കാർട്ടൽ മെമ്പേഴ്സ് യോഗം ചേർന്നു. അവരുടെയൊക്കെ നേതാവായ ടോണിയും അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നു. ഒന്നും അറിയാത്ത പോലായിരുന്നു ടോണിയുടെ പെരുമാറ്റം. ജോർജിനോട് ജോർജിന്റെ നഷ്ടത്തിന് അനുശോചനങ്ങൾ അറിയിച്ച ശേഷം നമ്മുടെ കാർട്ടൽ മെമ്പേഴ്സിൽ ആർക്കും ജോർജിനോടോ മറ്റോ അത്തരമൊരു ദേഷ്യമൊന്നുമില്ലെന്നും അന്ധനായ ഒരു പയ്യനെ ആസിഡിൽ മുക്കി കൊല്ലാനുള്ള അത്തരം കലിപ്പോ കാര്യങ്ങളോ ഇല്ലെന്നും പുറത്തുനിന്നുള്ള ഇൻവോൾവ്മെന്റ് ആവാനാണ് സാധ്യത എന്നും ടോണി പറഞ്ഞു. നമ്മൾ ഒന്നിച്ച് അത് ചെയ്തത് ആരാണെങ്കിലും കണ്ടെത്തും എന്നും ടോണി വ്യക്തമാക്കുന്നുണ്ട്. പിന്നാലെ തന്റെ മകൻ റസലിനെ ജോർജിന് ടോണി പരിചയപ്പെടുത്തി. സ്റ്റേറ്റ്സിൽ സയൻസ് പഠിക്കുകയായിരുന്നെന്നും ഇനി എന്റെ ബിസിനസ് കാര്യങ്ങളൊക്കെ നോക്കാൻ പോകുന്നത് ഇവനാണ് എന്നും ടോണി പറഞ്ഞു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് മാർക്കോ കടന്നു വരുന്നത്. ടോണി തുടർന്ന് പറഞ്ഞു, നമ്മുടെ ആദ്യത്തെ അസൈൻമെന്റ് ഞാൻ റസലിനെ ഏൽപ്പിക്കുകയാണ്. വിക്ടറിന്റെ മരണത്തെ പറ്റിയുള്ള അന്വേഷണം അവൻ ലീഡ് ചെയ്യട്ടെ. എനിക്കുറപ്പുണ്ട് അവൻ യഥാർത്ഥ കുറ്റവാളിയെ പുറത്തു കൊണ്ടുവരുമെന്ന് ദേവരാജ് പറഞ്ഞു. പ്രതിയെ കിട്ടിയാൽ അവനെ കൊന്നുതള്ളണം. ഉടൻ വന്നു മാർക്കോയുടെ മറുപടി, കൊന്നുതള്ളാൻ ആർക്കും പറ്റും. അതിലും വലിയ ശിക്ഷ ഞാൻ കൊടുത്തോളാം. ഉടനൊരു കാർട്ടൽ മെമ്പർ മാർക്കോയെ അപമാനിച്ച് അവന്റെ തീരുമാനത്തെ എതിർത്ത് സംസാരിച്ചു. മാർക്കോക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ഉടനടി അയാളെ മാർക്കോ കടന്നാക്രമിച്ചു. എന്റെ തീരുമാനത്തിന് എതിര് നിന്നാൽ എതിര് നിൽക്കുന്നവരുടെ ഓരോരുത്തരുടെയും നെഞ്ചിൽ ബുള്ളറ്റ് കയറുമെന്ന് പറഞ്ഞ് മാർക്കോ പുറത്തേക്കിറങ്ങി. ഇതേസമയം പോലീസ് ഫാക്ടറിയിലെത്തി CCTV ഫൂട്ടേജ് കളക്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും പ്രശ്നബാധിതമായ ആ പ്രദേശത്തു നിന്നും ഫൂട്ടേജ് കണ്ടെടുക്കാനോ വിവരങ്ങൾ കണ്ടെത്താനോ പോലീസിന് സാധിച്ചില്ല. മറുവശത്ത് ഇൻവെസ്റ്റിഗേഷനിൽ മാർക്കോ കൂടി കടന്നുകൂടുന്നു എന്നറിഞ്ഞതോടെ ടോണിയും സംഘാംഗങ്ങളും ഭയപ്പെടുന്നുണ്ടായിരുന്നു. ഒരു തരത്തിലും മാർക്കോക്ക് സൂചന കിട്ടുന്ന തരത്തിൽ പോലും ഒരു വിവരവും നമ്മുടെ അടുത്തു നിന്ന് വീണുപോകരുത് എന്ന് ടോണി ഏവരെയും വാൺ ചെയ്തു. ഇതിനിടയിൽ ടോണി ബുദ്ധിപരമായി കുറച്ച് കാര്യങ്ങൾ ചെയ്തു. അവരുടെ ശത്രുക്കളെ വിക്ടറുടെ മരണവുമായി ബന്ധപ്പെടുത്തി ജോർജിനെ കൊണ്ട് വകവരുത്തുകയായിരുന്നു അത്. ഒരു ദാക്ഷിണ്യവുമില്ലാതെ ജോർജ് അവരെയൊക്കെ അങ്ങ് കൊന്നുതള്ളിക്കളഞ്ഞു. പക്ഷെ അപ്പോഴും ടോണിക്ക് ഭയം മാർക്കോയെയായിരുന്നു. ജോർജിനെ പോലെ മാർക്കോയെ സ്വാധീനിക്കാൻ നമുക്ക് സാധിക്കില്ല എന്ന് ടോണി തീർത്തു പറഞ്ഞു. മാർക്കോയും റസലും മറ്റും ചേർന്ന് അന്വേഷണം തുടങ്ങിയിരുന്നു. ഒരു ഘട്ടത്തിൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ മാർക്കോ CI അശോകിനെ കാണാനെത്തി. അവിടെ നിന്നും താൻ മനസ്സിലാക്കിയിരുന്ന കാര്യങ്ങൾ വിക്ടറുടെ മരണത്തെപ്പറ്റി CI അശോക് മാർക്കോയോട് പറയുന്നുണ്ട്. പ്രത്യേകിച്ചും വസീമിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് വിക്ടർ മരണപ്പെട്ടത് എന്നുള്ള തന്റെ സംശയം CI അശോകിനോട് സംസാരിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോ മാർക്കോ ഒരു കാര്യം അശോകിനോട് എടുത്തു ചോദിച്ചു. വിക്ടറെ വകവരുത്തിയ ഹൈഡ്രോഫ്ലോറിക് ആസിഡ് എവിടെ കിട്ടുമെന്നായിരുന്നു അത്. മാർക്കോ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കിയതും CI അശോകിന്റെ മുഖത്ത് ഒരു ഭയം തന്നെ ഉണർന്നു വരുന്നുണ്ട്. കൂട്ടത്തിൽ ഏറ്റവും ഭയമുള്ളത് താരിക്കിനാണ് എന്ന് റസലും ടോണിയും ദേവരാജും മനസ്സിലാക്കിയിരുന്നു. മാർക്കോ വന്ന് ചോദ്യം ചെയ്യുമ്പോ താരിക്ക് അറിയാതെ എന്തെങ്കിലും വിട്ടുപറഞ്ഞാൽ താരിക്കിന്റെ മക്കളെ വകവരുത്തും എന്ന് ടോണി താരിക്കിനെ ഭീഷണിപ്പെടുത്തി. വൈകാതെ റസലിനും ദേവരാജിനുമൊപ്പം താരിക്കിനെ ചോദ്യം ചെയ്യാൻ മാർക്കോ എത്തി. ഓരോ ചോദ്യത്തിനും വളരെ കെയർഫുള്ളായി താരിക്ക് മറുപടി പറഞ്ഞു. വസീമിനെയും വിക്ടറിനെയും ആളുമാറി ആരെങ്കിലും കൊന്നതാവും എന്ന തരത്തിലൊരു സംശയം താരിക്ക് മുമ്പോട്ട് വെച്ചു. മാർക്കോ പറഞ്ഞു, വസീമിന്റെ കാര്യത്തിൽ അങ്ങനായിരിക്കും, പക്ഷേ വിക്ടറിന്റെ കാര്യം അങ്ങനല്ല. പിന്നെ താരിഖ്, ഞാൻ നിനക്കൊരു ഉറപ്പ് തരാം, എനിക്ക് എന്തായാലും ആളുമാറില്ല. മാർക്കോയും സംഘവും അവിടെ നിന്ന് നേരെ പോയത് ഇല്ലീഗൽ ഇടപാടുകൾ നടക്കുന്ന അണ്ടർഗ്രൗണ്ട് ഫൈറ്റിംഗ് നടക്കുന്ന ആ ഫാക്ടറിയിലേക്കായിരുന്നു. അവിടെ നിന്നും CCTV ദൃശ്യങ്ങൾ കിട്ടുമോ എന്നറിയാനായിരുന്നു മാർക്കോ അങ്ങോട്ടേക്ക് ചെന്നത്. മാർക്കോക്കൊപ്പം മാർക്കോയെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന രീതിയിൽ റസലും ദേവരാജുമുണ്ട്. അവിടെത്തിയ മാർക്കോ സാഹചര്യങ്ങളുടെ സമ്മർദ്ദഫലമായി റിങ്ങിലേക്ക് എത്തിച്ചേരുന്നു. അതിന്റെ നടത്തിപ്പുകാരനും അവിടുത്തെ പ്രധാന വ്യക്തിയുമായ ജെയിംസ് റിങ്ങിനുള്ളിൽ ഉണ്ടായിരുന്നു. മാർക്കോയെ അപമാനിച്ച് സംസാരിച്ച ജെയിംസ് ഒരു 1-on-1 ഫൈറ്റിന് മാർക്കോയെ വെല്ലുവിളിച്ചു. റിങ്ങിനകത്ത് വെച്ച് ശക്തമായ ഫൈറ്റ് ഇറങ്ങിയിറുകയാണ്. തന്റെ മികച്ച കഴിവുകൾ കൊണ്ട് ജെയിംസിനെ അടിച്ചു താഴെ വീഴ്ത്താൻ മാർക്കോക്ക് കഴിഞ്ഞു. അതോടെ കൂട്ടയിടിക്കായി അവിടുത്തെ ആളുകൾ റിങ്ങിനകത്തേക്ക് കടന്നു കയറാൻ തുടങ്ങി. ഒറ്റയ്ക്ക് നിന്ന് മാർക്കോ അവരെയൊക്കെ എതിരിട്ട് നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്ത് വീഴ്ത്തി. പിന്നാലെ ജെയിംസിനെ പിടികൂടി ക്രൂരമായി മർദ്ദിച്ച് വേദനിപ്പിച്ച് മാർക്കോ അവനെ ചോദ്യം ചെയ്തു. CCTV ദൃശ്യങ്ങളുടെ DVR ചോദിച്ചു. ആദ്യം പോലീസ് വന്നെന്നും അവർക്ക് DVR കൊടുത്തില്ലെന്നും പിന്നീട് ഒരു ബായാണ് വന്നത്, മുടി വശങ്ങളിലേക്ക് ഈരി മീശയില്ലാത്ത ബായ് DVR കൊണ്ടുപോയി എന്നും ഭയത്തോടെ ജെയിംസ് പറഞ്ഞു. യാഥാർത്ഥ്യത്തിൽ മാർക്കോ എത്തുന്നതിനു മുമ്പ് റസലും സംഘവും ജെയിംസിനെ കാണാൻ അവിടെ വന്നിരുന്നു. ജെയിംസിനെ ഭീഷണിപ്പെടുത്തി അത്തരത്തിൽ അന്ന് ജെയിംസിനെ കൊണ്ട് പറയിപ്പിച്ചത് റസലായിരുന്നു. കാര്യങ്ങൾ കൂടുതൽ ഗൗരവത്തിൽ മുമ്പോട്ട് പോവാൻ തുടങ്ങി.
മാർക്കോയെയും ജോർജിനെയും അടക്കം വകവരുത്താൻ റസലും മറ്റുള്ളവരും പ്ലാൻ ചെയ്തെങ്കിലും ടോണി അതിനെ തടഞ്ഞു. അവരെ കൊന്നാൽ ഷോർട്ട് ടൈം ബെനിഫിറ്റേ ഉള്ളൂ, ലോങ് ടൈം ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ അവർ മാനേജ് ചെയ്യുന്ന കേരളത്തിലെ സ്വർണ്ണ ഡീലുകൾ മുഴുവൻ തങ്ങളുടെ പക്കൽ വരണം എന്നായിരുന്നു ടോണി പറഞ്ഞത്. പിന്നാലെ ടോണി തന്നെ ഒരു പദ്ധതി ആവിഷ്കരിച്ചു. അടുത്ത ദിവസം 120 കിലോ ഗോൾഡ് വരുന്നുണ്ട്. 30 കിലോ അഡാട്ട് ജോർജിന്റെ, 30 ചാക്കുവിന്റെ, 30 സൽമാന്റെ, 30 തൃശൂർക്കാരൻ നമ്പ്യാരുടെ. അതിൽ 30 കിലോഗ്രാം ഗോൾഡ് ദുബായിൽ നിന്ന് ഗോൾഡ് കയറുമ്പോഴേ കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ വിളിച്ച് പിടിപ്പിച്ചെടുക്കണം. പിടിച്ചെടുത്ത് 30 കിലോഗ്രാം അഡാട്ട് ജോർജിന്റേതാണെന്ന് ജോർജിനോട് പറയണം, ചാക്കുവിന്റേതാണെന്ന് ചാക്കുവിനോടും സൽമാന്റേതാണെന്ന് സൽമാനോടും നമ്പ്യാരുടേതാണെന്ന് നമ്പ്യാരെയും അറിയിക്കണം. മൊത്തം വരുന്ന 120 കിലോഗ്രാം ഗോൾഡിൽ ആകെ 30 കിലോഗ്രാമാണ് കസ്റ്റംസ് പിടികൂടുന്നത്. ബാക്കി 90 കിലോഗ്രാം ഓരോരുത്തരെയും വിശ്വസിപ്പിച്ച് നമുക്ക് കൈക്കലാക്കണം. ചാക്കുവും സൽമാനും നമ്പ്യാരും തമ്മിലൊന്നും ബന്ധമില്ലാത്തതുകൊണ്ട് ഓരോരുത്തരും അവരുടെ ഗോൾഡാണ് കസ്റ്റംസ് പിടിച്ചതെന്ന് കരുതും. നമ്മുടെ ലാഭം 90 കിലോഗ്രാം ഗോൾഡാണ്. വൈകാതെ ടോണി പറഞ്ഞ ഓപ്പറേഷൻ നടന്നു. ദേവരാജ് കസ്റ്റംസ് ഓഫീസറെ വിളിച്ച് 30 കിലോഗ്രാം ഗോൾഡ് പിടിപ്പിച്ചു. ബാക്കി 90 കിലോ അവരുടെ പക്കലും എത്തി. അടുത്ത ദിവസം കാർട്ടൽ മെമ്പേഴ്സ് യോഗം ചേർന്നു. അവിടെ വെച്ച് സ്വർണം പിടിക്കപ്പെട്ടതിനെ പറ്റി സംശയത്തോടെ ജോർജ് പറയുന്നുണ്ട്. കൂട്ടത്തിൽ ആരെങ്കിലും മുറ്റിയാലേ അത് നടക്കൂവെന്ന് ജോർജ് പറഞ്ഞു. ആളെത്താൻ കണ്ടെത്തിക്കോളാം, അതിന് തനിക്കധികം സമയം വേണ്ട. ഈ ഒറ്റ നമ്മുടെ കളത്തിൽ നിന്നാണെങ്കിൽ അവനെ കൊണ്ട് താൻ സൈനൈഡ് കുടിപ്പിക്കും എന്ന് പറഞ്ഞ് ജോർജ് അവിടെ നിന്നിറങ്ങി. പുറത്തിറങ്ങിയതും സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് ജോർജിന്റെ കാറിലേക്ക് ദേവരാജ് കയറിയിരുന്നു. കുറച്ചു ദൂരം പിന്നിട്ടപ്പോ താനാണ് സ്വർണം ഒറ്റിയത് എന്ന് ദേവരാജ് ജോർജിനോട് പറഞ്ഞു. നേരത്തെ ജോർജ് സംസാരിച്ചപ്പോ താൻ ഭയപ്പെട്ടെന്നും അതുകൊണ്ടെല്ലാം തീർക്കുകയാണെന്നും പറഞ്ഞ് തന്റെ കയ്യിലെ ആയുധം ഉപയോഗിച്ച് ജോർജിന്റെ ശരീരത്തിൽ ദേവരാജ് ആഴത്തിൽ മുറിവേൽപ്പിച്ചു. ശേഷം മറ്റൊരു കാറിൽ രക്ഷപ്പെട്ടു. പക്ഷേ ജോർജ് മരണപ്പെട്ടിരുന്നില്ല. കുറച്ച് തൊഴിലാളികൾ ഉടനടി ആശുപത്രിയിൽ എത്തിച്ചതുകൊണ്ട് ജോർജ് സർവൈവ് ചെയ്തു. വിവരമറിഞ്ഞ് മാർക്കോ ആശുപത്രിയിലേക്ക് എത്തിയിരുന്നു. ഒന്നും അറിയാത്ത പോലെ ടോണി അവിടെ വന്നിരുന്നു. ജോർജിന് നേരെ നടന്ന ആക്രമണം ടോണി വിശദീകരിച്ചു. ദേവരാജാണ് ആക്രമിച്ചതെന്ന് പറഞ്ഞു. പണത്തിനു വേണ്ടി അത്യാർത്ഥി മൂത്ത് അവൻ പ്രവർത്തിച്ചതാണിത് എന്ന തരത്തിലായിരുന്നു ടോണി അതിനെ വ്യാഖ്യാനിച്ചത്. ഒക്കെ ദേവരാജിന്റെ തലയിൽ വെച്ച് ടോണി ആശുപത്രിയിൽ നിന്നിറങ്ങുകയാണ്. പുറത്ത് വണ്ടിയിൽ ദേവരാജ് ഇരിക്കുന്നുണ്ടായിരുന്നു. വണ്ടിയിലേക്ക് കയറിയ ടോണി ദേവരാജിനെ ആക്രമിച്ചു. പൂർത്തിയാക്കാൻ പറ്റില്ലെങ്കിൽ എന്തിനാണ് നീ ജോർജിനെ കൊല്ലാനുള്ള ദൗത്യമേറ്റത് എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു അത്. ജോർജ് രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നതെന്നും കുറച്ചുനാൾ നീ അണ്ടർഗ്രൗണ്ടിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്താൽ മതി എന്നും ദേവരാജിനോട് ടോണി പറയുന്നുമുണ്ട്. ഈ സമയം പോലീസിന് ഒരു ലീഡ് ലഭിച്ചിരുന്നു. സമൂഹത്തിലെ പ്രശ്നങ്ങൾ ഒളിക്യാമറയിൽ ഒപ്പിയെടുത്ത് യൂട്യൂബിലൂടെ ജനങ്ങളെ അറിയിക്കുന്ന ഒരു യൂട്യൂബർ ഉണ്ടായിരുന്നു. ഫാക്ടറിയിൽ ഇല്ലീഗൽ ഇടപാടുകൾ നടക്കുന്നത് മനസ്സിലാക്കിയ യൂട്യൂബർ ഫാക്ടറിയുടെ ഭാഗത്ത് കാർ പാർക്ക് ചെയ്ത് അതിൽ ക്യാമറയും സ്ഥാപിച്ച് അവിടെ നിന്ന് പോയിരുന്നു. 2 ആഴ്ച കഴിഞ്ഞ് അവൻ വന്ന് കാർ എടുത്തു. വീഡിയോ പരിശോധിച്ചപ്പോൾ അതിൽ വസീമിന്റെ കൊലപാതകമടക്കം പതിഞ്ഞിരുന്നു. അതുമായി അവൻ പോലീസ് ഇൻസ്പെക്ടർ അശോകിനെ കണ്ടു. വീഡിയോ തെളിവടക്കം അശോകിന് ലഭ്യമായതോടെ അശോക് അതുമായി സീനിയർ ഉദ്യോഗസ്ഥന്റെ അടുത്ത് എത്തി. തെളിവുകളടക്കം അദ്ദേഹത്തിന് മുമ്പിൽ സാക്ഷ്യപ്പെടുത്തി. താൻ പഠിക്കട്ടെ എന്ന് പറഞ്ഞ് അശോകിനെ പറഞ്ഞയച്ച അയാൾ തെളിവടങ്ങിയ ആ ഫയൽ വേസ്റ്റ് ബാസ്ക്കറ്റിൽ തള്ളുകയായിരുന്നു ചെയ്തത്. പിന്നെ അധികം വൈകിയില്ല. സുപ്പീരിയർ ഓഫീസറിൽ നിന്ന് ആ വിവരം ലഭിച്ച റസൽ CI അശോകിനെ വീട്ടിൽ കടന്നുകയറി വകവരുത്തി. പിന്നാലെ യൂട്യൂബറെയും കണ്ടെത്തി വകവരുത്തി കളഞ്ഞു. മറുവശത്ത് മാർക്കോയ്ക്ക് ഒരു ലീഡും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇതിനിടയിൽ എൻഗേജ്മെന്റ് കഴിഞ്ഞിരുന്ന മാർക്കോയുടെ ഫിയാൻസി മാർക്കോ തന്നെ മൈൻഡ് ചെയ്യുന്നേയില്ല. വിക്ടറുടെ മരണത്തിനു ശേഷം മാർക്കോ മറ്റൊരാളെ പോലെയാണ് പെരുമാറുന്നത് എന്ന് ദുഃഖത്തോടെ മാർക്കോയോട് പറഞ്ഞ് ഈ റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോകുമെന്ന് തോന്നുന്നില്ലെന്ന് പറഞ്ഞ് തന്റെ റിങ്ങൂരി മാർക്കോയുടെ കയ്യിൽ കൊടുത്തു. എന്താണ് വേണ്ടതെന്ന് മനസ്സിലാവാതെ മാർക്കോ ആ റിങ്ങിലേക്ക് ഉറ്റുനോക്കുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം ഒരു സംഭവമുണ്ടായി. CI അശോക് മരണപ്പെടുന്നതിന് മുമ്പ് തന്റെ സുപ്പീരിയർ ഓഫീസേഴ്സിൽ വിശ്വാസമില്ലാത്തതുകൊണ്ട് തനിക്ക് കിട്ടിയ തെളിവുകൾ അടങ്ങുന്ന വീഡിയോ അഡാട്ട് ഫാമിലിയുടെ കുടുംബ ഡോക്ടറെ ഏൽപ്പിച്ചിരുന്നു. ആശുപത്രിയിലെത്തി ജോർജിനെ കണ്ട ഡോക്ടർ ആ ദൃശ്യങ്ങൾ ജോർജിനെ കാണിച്ചു കൊടുത്തു. ദൃശ്യങ്ങളിൽ നിന്നും റസലാണ് വസീമിനെ കൊലപ്പെടുത്തിയത് എന്ന് ജോർജ് മനസ്സിലാക്കി. വിക്ടറെയും കൊന്നത് റസൽ തന്നെയായിരിക്കും എന്നും അതോടെ ജോർജിന് മനസ്സിലാവുന്നുണ്ട്. മറുവശത്ത് മാർക്കോ അപ്പോ ഒരു യാത്രയിലായിരുന്നു. മാർക്കോയെ ഫോൺ ചെയ്ത് ജോർജ് കാര്യം പറഞ്ഞു. ഫോൺ സ്പീക്കറിലായിരുന്നു. ജോർജ് ഇതൊക്കെ പറയുമ്പോൾ ഒക്കെ കേട്ടുകൊണ്ട് റസലും മാർക്കോയുടെ അടുത്തിരിക്കുന്നുണ്ടായിരുന്നു. പിന്നാലെ മാർക്കോ ആക്രമിക്കപ്പെടുകയാണ്. തന്റെ ആളുകൾ ഉപയോഗിച്ച് മാർക്കോയെ ബന്ദിയാക്കിയ റസൽ വിക്ടറെ കൊന്നത് ഷൂട്ട് ചെയ്തു വെച്ചിരുന്നത് മാർക്കോയെ കാണിച്ചു കൊടുത്തു. പിന്നാലെ മാർക്കോയെയും കയ്യാളായ അൻവറിനെയും ക്രൂരമായി മർദ്ദിച്ചു. മാർക്കോ ഭയപ്പെടുന്നുണ്ടായിരുന്നില്ല. അതോടെ മാർക്കോയെ ഭയപ്പെടുത്താൻ ഒരു ഹാക്സോ ഉപയോഗിച്ച് അൻവറിന്റെ കൈയടക്കം റസൽ മുറിച്ചു വീഴ്ത്തുന്നുണ്ട്.
ചെയ്യുന്നുണ്ട്. മാർക്കോയുടെയും റസലിന്റെയും മുഖത്ത് ചോര തെറിച്ചു. അൻവർ വേദന കൊണ്ട് പിടഞ്ഞു. പിന്നാലെ മാർക്കോയെ വകവരുത്തിയേക്കാൻ പറഞ്ഞ് റസൽ പോവാനിറങ്ങി. പക്ഷേ മാർക്കോ ആ നിമിഷം തിരിച്ചാക്രമണം നടത്തുകയാണ്. ബന്ധനാവസ്ഥയിലായിരുന്നിട്ടും ഒരു ദാക്ഷിണ്യവുമില്ലാതെ കയ്യിൽ കിട്ടിയ കത്തികൊണ്ട് മാർക്കോ തുടർച്ചയായി പൊരുതി. ഒരു ഘട്ടത്തിൽ കയ്യിലെ കെട്ട് മുറിച്ചു മാറ്റുകയും പിന്നീട് തനിക്കെതിരെ ആക്രമിക്കാൻ വന്നവരെ ഒരു ദാക്ഷിണ്യവുമില്ലാതെ ഹാക്സോ കൊണ്ടും കോടാലുകൊണ്ടും മറ്റുമായി വകവരുത്തുകയും ചെയ്തു. ഒടുവിൽ അൻവറിനെ സുരക്ഷിതമായി വണ്ടിയിൽ കയറ്റിയ ശേഷം റസലിനെ വകവരുത്താൻ ഹാക്സോ എടുത്ത് റസലിന്റെ മുമ്പിലേക്ക് മാർക്കോ എത്തി. പക്ഷേ റസൽ അപ്പോഴേക്കും മാർക്കോയെ ഭീഷണിപ്പെടുത്തി നിർത്താൻ തുടങ്ങി. സംഭവം എന്തെന്നാൽ മാർക്കോയുടെ അനിയൻ വിക്ടറിന് ഇഷ എന്നൊരു ഗേൾഫ്രണ്ട് ഉണ്ടായിരുന്നല്ലോ. ഇഷ ഗർഭിണിയാണ്. വിക്ടറുടെ കുഞ്ഞാണ് ഇഷയുടെ വയറ്റിൽ വളരുന്നത്. ആയിഷയെ റസലും ടോണിയും ചേർന്ന് ബന്ദിയാക്കി വെച്ചിരിക്കുകയാണ്. വിക്ടറിന്റെ കുഞ്ഞിനെ മാർക്കോക്ക് വേണമെങ്കിൽ റസലിനെ വെറുതെ വിടണം. ഇഷയെ ബന്ദിയാക്കിയിരുന്ന ടോണി തന്നെയായിരുന്നു അക്കാര്യങ്ങൾ മാർക്കോയെ വിളിച്ച് പറഞ്ഞതും. എല്ലാവരും ഒന്നിച്ചുള്ള ചതിയാണത് എന്ന ആ നിമിഷം മാർക്കോ മനസ്സിലാക്കുകയാണ്. പിന്നാലെ മാർക്കോയോടും ജോർജിനോടുമായി ടോണി വിലപേശൽ നടത്തി. ഗർഭിണിയായ ഇഷയെ വിട്ടുകിട്ടണമെങ്കിൽ, ഇഷയുടെ വയറ്റിലുള്ള വിക്ടറുടെ കുട്ടിയെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അവരുടെ ഗോൾഡുമായി റിലേറ്റ് ചെയ്ത മുഴുവൻ ബിസിനസ്സും ടോണിക്കും മറ്റുമായി കൈമാറണം എന്നതായിരുന്നു ഡീൽ. ജനിക്കാനിരിക്കുന്ന വിക്ടറിന്റെ കുട്ടി ജോർജിനും മാർക്കോയ്ക്കും വലുതു തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ എന്ത് സ്വത്ത് കൊടുത്തിട്ടാണെങ്കിലും കുട്ടിയെ കൊണ്ടുവരണം, ഇഷയെ രക്ഷപ്പെടുത്തണം എന്ന് ജോർജ് മാർക്കോയോട് പറഞ്ഞു. മറുവശത്ത് മാർക്കോ ആകട്ടെ മറ്റു ചിലത് പ്ലാൻ ചെയ്തിരുന്നു. മാർക്കോ ഒളിവിൽ കഴിഞ്ഞിരുന്ന ദേവരാജിനെ കണ്ടെത്തി. ഒരു കണ്ടെയ്നറിൽ ദേവരാജിനെ പിടിച്ചടച്ച് ഫോസ്ജീൻ ഗ്യാസ് നിറച്ച് മരണം ദേവരാജിന്റെ മുമ്പിൽ മാർക്കോ കാണിച്ചു. ഒടുവിൽ ഇഷ എവിടെന്ന ചോദ്യത്തിന് മരണം മുമ്പിൽ കണ്ട ദേവരാജ് ഭയന്ന് ഉത്തരം പറയുകയാണ്. ഫോർട്ട് കൊച്ചിയിലെ ടോണിയുടെ ഗസ്റ്റ് ഹൌസിൽ ഉണ്ടെന്നായിരുന്നു അത്. ഫോണിൽ വിവരം കിട്ടിയതും മാർക്കോ വണ്ടി അങ്ങോട്ടേക്ക് തിരിച്ചു. മറുവശത്ത് അപ്പോഴേക്കും ദേവരാജ് സ്ഫോടനത്തിനിരയായി കൊല്ലപ്പെട്ടിരുന്നു. മാർക്കോ പിന്നാലെ ടോണിയുടെ ഗസ്റ്റ് ഹൌസിലെത്തി. അവിടെ പ്രൊട്ടക്ഷനായി വലിയൊരു സംഘം ഗുണ്ടാ സംഘത്തെ തന്നെ ടോണി അറേഞ്ച് ചെയ്തിരുന്നു. ഗുണ്ടാ സംഘവും മാർക്കോയും തമ്മിൽ അത്രമേൽ കലുഷിതമായ ഒരു ഏറ്റുമുട്ടൽ സംഭവിക്കുകയാണ്. ജീവൻ മരണ പോരാട്ടമെന്ന് പറയാം. ഒരാളും 50ഓളം വരുന്ന എതിരാളികളും തമ്മിലുള്ള പോരാട്ടം. പക്ഷേ തന്റെ കഴിവുകൊണ്ട്, മികവുകൊണ്ട് മാർക്കോ കേവരെയും കീഴ്പ്പെടുത്താൻ കഴിഞ്ഞു. ഒടുവിൽ മാർക്കോ ഇഷയെ ഒളിപ്പിച്ചിട്ടുണ്ടാകും എന്ന് കരുതപ്പെടുന്ന റൂഫ് ടോപ്പിലേക്ക് എത്തി. പക്ഷേ അവിടെ എത്തിയപ്പോൾ അവൻ കണ്ടത് ഇഷയെ ആയിരുന്നില്ല, മറ്റൊരു ലേഡിയെയായിരുന്നു. ഇഷ അവിടെ ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. പിന്നാലെ ടോണി അങ്ങോട്ടേക്ക് കടന്നു വന്നു. ടോണിയുടെ തന്ത്രമായിരുന്നു അത്. ഇത്തരത്തിൽ മാർക്കോ അങ്ങോട്ടേക്ക് എത്തിച്ചേരും എന്ന് ടോണി മുൻകൂട്ടി കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ദേവരാജിനടുക്കൽ ഇഷയുള്ള യഥാർത്ഥ ഇടം ടോണി പറഞ്ഞുകൊടുക്കാതിരുന്നത്. മാർക്കോ അവിടം വരെ എത്തിച്ചേർന്നത് തന്റെ പ്ലാൻ അനുസരിച്ചാണ് എന്ന് ടോണി മാർക്കോയോട് പറഞ്ഞു. ഇനി കൂടുതൽ കളിക്കരുതെന്നും തന്റെ കയ്യിൽ 2 ജീവനുണ്ട്, ആ പെണ്ണും വിക്ടറിന്റെ കുഞ്ഞും എന്നും പറഞ്ഞ ടോണി ഡീലിന് സമ്മതിക്കാൻ പറഞ്ഞ് മാർക്കോയെ പറഞ്ഞയച്ചു. അടുത്ത ദിവസം കമ്പനി ഡോക്യുമെന്റ്സുമായി എത്തി റസലിന്റെ വണ്ടിയിലുള്ള ഇഷയെ രക്ഷപ്പെടുത്തി കൊണ്ടുപോവാനായി മാർക്കോ വന്നെത്തി. തങ്ങൾ വിജയിക്കുന്നതിൽ റസലും വലിയ സന്തോഷത്തിലായിരുന്നു. ആദ്യം ഡോക്യുമെന്റ്സിന്റെ പെട്ടി മാർക്കോ കൊണ്ടുചെന്ന് റസലിന് കൈമാറി. വിജയീഭാവത്തിൽ റസൽ പെട്ടി തുറന്നു. പക്ഷെ അതിനുള്ളിൽ ഉണ്ടായിരുന്ന കാഴ്ച കണ്ട് റസൽ ഞെട്ടിത്തെറിച്ചു പോയിരുന്നു. കഥ അവിടെ നിന്നും ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് തിരിയുന്നു. അങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പ് മാർക്കോയും സഹായി അൻവറും കൂടി ടോണിയുടെ ഒളിസങ്കേതമായ ഫാം ഹൗസ് കണ്ടെത്തി അങ്ങോട്ടേക്ക് പോയിരുന്നു. ടോണിയുടെ കുൽസിത പ്രവൃത്തികൾ നടന്നിരുന്ന ഇടമായിരുന്നു അത്. അവിടെ വെച്ച് താൻ ആണുങ്ങളോടും പെണ്ണുങ്ങളോടും താല്പര്യമുള്ള ഒരാളാണ് എന്ന് പറഞ്ഞ ടോണി അൻവറിനെ അടക്കം വശീകരിക്കാൻ ശ്രമിച്ചു. ആ നിമിഷം മാർക്കോക്കൊന്നും ചിന്തിക്കാനുണ്ടായിരുന്നില്ല. തന്റെ കറ്റാന കൊണ്ട് ടോണിയുടെ കൈ മാർക്കോ അരിഞ്ഞു വീഴ്ത്തി. വെട്ടിയെടുത്ത ടോണിയുടെ ആ കൈയായിരുന്നു പെട്ടിയിൽ വെച്ച് റസലിന് മുമ്പിലേക്ക് മാർക്കോ കൊടുത്തത്. അത് കണ്ടതും റസൽ ഞെട്ടിവിറയ്ക്കുന്നുണ്ട്. പിന്നാലെ മാർക്കോ വിലപേശൽ തുടങ്ങി. നിന്റെ അപ്പന്റെ ചോര വാർന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇഷയെ വിട്ടുതന്ന് എന്റെ കയ്യിൽ നിന്ന് ലൊക്കേഷനും വാങ്ങി വേഗം അവിടെ എത്തിയാൽ നിനക്ക് നിന്റെ അച്ഛനെ രക്ഷപ്പെടുത്താൻ പറ്റും. ടോണിയെ രക്ഷപ്പെടുത്തണം എന്ന് റസലിനുണ്ടായിരുന്നു. മറ്റു വഴികളില്ലാത്തതുകൊണ്ട് ഇഷയെ മാർക്കോയ്ക്ക് റസൽ വിട്ടുകൊടുത്തു. പിന്നാലെ മാർക്കോയിൽ നിന്ന് ലൊക്കേഷൻ കിട്ടി. റസലും സംഘവും മാർക്കോ കൊടുത്ത ലൊക്കേഷനിലേക്ക് വെച്ചുപിടിക്കുകയാണ്. അവിടെ എത്തിയപ്പോഴോ ടോണിയെ ഒരു ട്രാപ്പിന് നടുവിലായിരുന്നു മാർക്കോ പെടുത്തിയിരുത്തിയിരുന്നത്. ഡോർ തുറന്നാൽ കോൺസെൻട്രേറ്ററായ ആസിഡ് ടോണിയുടെ തലയിൽ വീഴും. എതിരെയുള്ള ഗണ്ണിൽ നിന്ന് ബുള്ളറ്റുകൾ ടോണിയുടെ നെഞ്ചിൽ തറയ്ക്കും. ഡോർ കുറച്ച് തുറന്നതും ട്രാപ്പ് മനസ്സിലാക്കിയ റസലാകട്ടെ കെട്ടിടത്തിന്റെ ഒരു വശത്തെ ഗ്ലാസ് തകർത്ത് അതിനകത്തേക്ക് കയറി. ശേഷം കെമിസ്റ്റ് ആയതുകൊണ്ട് തന്നെ സൂക്ഷ്മമായ കഴിവുകൾ കൊണ്ട് ആസിഡ് എടുത്തു മാറ്റി. തോക്കിൽ സെറ്റ് ചെയ്തിരുന്ന ട്രാപ്പും അഴിച്ചെടുത്തു. പിന്നാലെ അച്ഛൻ സുരക്ഷിതനായി എന്ന് കരുതി റസൽ ഇരിക്കുമ്പോഴാണ് മറ്റൊരുത്തൻ വന്ന് ഡോർ തുറന്നത്. ഉടനടി ഡോറിന്റെ ഒരു വശം ഒരു റിമോട്ടിൽ ചെന്നിടിച്ചു. ഉടനടി ഒരു കാര്യം വ്യക്തമായി. ടോണി
ടോണി ഇരുന്നിരുന്ന ചെയറിന് താഴെ ഒരു ഡെറ്റനേറ്റർ മാർക്കോ പിടിപ്പിച്ചിരുന്നു. അതോടെ റസലിനും സംഘത്തിനും പിൻവലിയേണ്ട വന്നു. ടോണിയെ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല. ഡെറ്റനേറ്ററിന്റെ സ്ഫോടനത്തിൽ തന്റെ പാതിഭാഗം തകർന്നുപോയി. ടോണി കൊല്ലപ്പെട്ടു. തന്റെ അച്ഛന്റെ കൊലപാതകം ഒരു ഞെട്ടലോടെ റസൽ കൺമുമ്പിൽ നോക്കിക്കണ്ടിരുന്നു. അവനിൽ വല്ലാത്തൊരു വെറി പടർന്നു. മറുവശത്ത് ഇഷയെ രക്ഷിച്ച് വീട്ടിലേക്കെത്തിയ മാർക്കോയോടായി ജോർജ് സംസാരിച്ചു. അവർ എന്തായാലും തേടി വരുമെന്നും സുരക്ഷിതമായിരിക്കാൻ ഇഷയുമായി മാർക്കോയുടെ ഫിയാൻസിയും മാറി നിൽക്കണം എന്നും ജോർജ് പറഞ്ഞു. പക്ഷേ കുടുംബത്തെയോർത്ത് അത്തരത്തിൽ പോകുവാൻ മാർക്കോ തയ്യാറായിരുന്നില്ല. കാര്യങ്ങളൊക്കെ താൻ ഡീൽ ചെയ്തോളാം എന്നും ജോർജ് പറഞ്ഞിരുന്നു. വൈകാതെ ജോർജ് താരിഖിനെ വകവരുത്തി. താരിഖ് കൂടി കൊല്ലപ്പെട്ടതോടെ റസൽ വല്ലാതെ ഭയപ്പെടുകയാണ്. തന്റെ സുരക്ഷയ്ക്കും സപ്പോർട്ടിനുമായി റസൽ അതോടെ ഏറെ ക്രൂരനായ സൈക്കോപാത്തായ തന്റെ ചേട്ടനെ കാണാൻ ചെന്നു. സൈറസ് എന്നായിരുന്നു അയാളുടെ പേര്. കൊല്ലാൻ ഒരു മടിയുമില്ലാത്ത എന്ത് ക്രൂരകൃത്യവും ചെയ്യാൻ ഒരറപ്പുമില്ലാത്ത വ്യക്തി. ടോണിയുടെ മരണവും മറ്റും റസലിൽ നിന്ന് സൈറസ് അറിഞ്ഞു. ടോണി ഏറെ സ്നേഹത്തോടെ വളർത്തിയ മകനാണ് സൈറസ്. അതോടെ മാർക്കോയെ വകവരുത്താൻ സൈറസ് തീരുമാനിക്കുകയാണ്. മറുവശത്ത് ഇഷ മാർക്കോക്കടുത്ത് സംസാരിച്ചു. കൊല്ലപ്പെടുന്നതിന് മുമ്പ് വിക്ടർ മാർക്കോയുടെ നമ്പർ ഇഷയ്ക്ക് കൊടുത്തിരുന്നെന്നും എന്തു വന്നാലും ഈ നമ്പറിൽ വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞിരുന്നു എന്നും ഇഷ മാർക്കോയെ അറിയിച്ചു. പിന്നാലെ മാർക്കോക്കായി വിക്ടർ വാങ്ങിവെച്ചിരുന്ന ഗിഫ്റ്റും ഇഷ മാർക്കോക്ക് കൈമാറി. മാർക്കോ ബ്രാൻഡിന്റെ ഒരു പെർഫ്യൂമായിരുന്നു അത്. പിന്നാലെ ടോണിയുടെ വീട്ടിലേക്കെത്തിയ സൈറസ് റസലിനടുത്തു നിന്നും മാർക്കോക്ക് ആരൊക്കെയുണ്ട് എന്ന് ചോദിച്ചറിഞ്ഞു. ഒക്കെ കേട്ടതും സൈറസിന്റെ മുഖത്ത് ക്രൂരമായൊരു പുഞ്ചിരി വിരിയുന്നുണ്ട്. അങ്ങനിരിക്കെയായിരുന്നു ഇഷയ്ക്ക് പ്രസവ വേദന വരുന്നത്. ഇഷയെ പുറത്തേക്ക് കൊണ്ടുപോവൽ അപകടമായതുകൊണ്ട് നഴ്സിനെയും ഡോക്ടറെയും അടക്കം ജോർജ് അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. അന്ന് രാത്രിയിൽ സൈറസും റസലും സംഘവും എത്തി അവരുടെ വീട്ടിൽ ആക്രമണം നടത്തുകയാണ്. ആക്രമണമെന്ന് പറഞ്ഞാൽ അതൊരു സാധാരണ ആക്രമണമോ കൊലപാതകങ്ങളോ ആയിരുന്നില്ല. അത്രമേൽ പൈശാചികവും ക്രൂരവുമായ കൊലപാതകങ്ങൾ. ആദ്യമേ തന്നെ ജോർജിനെയും മാർക്കോയെയും അടിച്ചു വീഴ്ത്തി ബന്ദികളാക്കിയ സൈറസും കൂട്ടരും അവിടുണ്ടായിരുന്ന കുട്ടികളെ ഓരോരുത്തരെയും ക്രൂരമായിട്ട് കൊന്നു. സ്ത്രീകളെ ക്രൂരമായി ഉപദ്രവിച്ചു. മാർക്കോയുടെ ഭാവി വധുവിനെ അവന്റെ മുമ്പിൽ വെച്ച് തന്നെ വകവരുത്തി. എന്തിനേറെ പറയുന്നു, പ്രസവ വേദനയെടുത്ത് മുറിയിൽ കിടന്നിരുന്ന ഇഷയുടെ അടുത്തേക്കെത്തിയ സൈറസ് ഇഷയുടെ വയറ്റിൽ മർദ്ദിച്ച് കുട്ടിയെ പുറത്തു ചാടിച്ചു. ശേഷം ഇഷയെ വായിൽ കത്തികുത്തിയിറക്കി കൊന്നു. കാലിൽ തൂക്കിയെടുത്ത് കുട്ടിയുമായി പുറത്തേക്ക് നടന്നു വന്നു. അതിനു മുന്നേ നോക്കാൻ അവിടെ എത്തിയിരുന്ന ഡോക്ടറെയും നഴ്സിനെയും വകവരുത്തി. ശേഷം മാർക്കോയുടെ മുമ്പിലെത്തിയ സൈറസ് മാർക്കോയോടായി പറഞ്ഞു, നിന്നെ കൊല്ലാൻ എളുപ്പമാണ് മാർക്കോ, പക്ഷേ ഈ വേദന നീ അനുഭവിക്കണം. ബന്ധുക്കൾ ഏവരും മരണപ്പെട്ട് ഒറ്റപ്പെട്ട മാർക്കോയെ ജീവിക്കാൻ വിട്ടുകൊണ്ട് വിക്ടറിന്റെ കുട്ടിയെയും എടുത്ത് സൈറസും മറ്റുള്ളവരും അവിടെ നിന്നിറങ്ങിപ്പോയി. എഴുന്നേറ്റ മാർക്കോ പൊടിക്ക് ജീവൻ അവശേഷിച്ച് തന്റെ ഫിയാൻസിയെ താങ്ങിപ്പിടിച്ചെങ്കിലും മാർക്കോയുടെ കയ്യിൽ കിടന്ന് എല്ലായ്പ്പോഴും താൻ അവനെ സ്നേഹിച്ചിരുന്നു എന്ന് പറഞ്ഞവൾ ഈ ലോകത്തോട് വിട പറഞ്ഞു. തന്റെ ചുറ്റിലും കൊല്ലപ്പെട്ടു കിടക്കുന്ന തന്റെ കുടുംബാംഗങ്ങളെ കണ്ട് മാർക്കോ പൊട്ടിക്കരഞ്ഞ് അലറി വിളിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ ജീവൻ അവശേഷിച്ച ജോർജ് മാർക്കോയോടായി പറഞ്ഞു, നിന്റെ ഓരോ ശ്വാസത്തിലും നീ അവരെ ഓർക്കണം. നിന്റെ വഴികളിലെല്ലാം നീ അവരെ തിരയണം. അടക്കപ്പെട്ട് ചെല്ലുമ്പോ എന്റെ കുഞ്ഞുങ്ങളോട് എനിക്ക് പറയണം, കടമെല്ലാം മാർക്കോ തീർത്തിട്ടുണ്ടെന്ന്. ജോർജിന്റെ വാക്കുകൾ ഓർത്ത മാർക്കോ എഴുന്നേറ്റ് ചെന്നു. മുറിവേറ്റിരുന്ന ശരീരത്തിലെ മുറിവുകൾ തുന്നിക്കെട്ടി മുടിമുറിച്ച് തന്റെ കോട്ടും സ്യൂട്ടുമണിഞ്ഞ് പ്രതികാരത്തിനായി ഇറങ്ങിപ്പുറപ്പെട്ടു. അവൻ നേരെ പോയത് സൈറസും റസലും ഉണ്ടാകും എന്നുറപ്പുള്ള ടോണീസ് ഫാക്ടറിയിലേക്കായിരുന്നു. പിന്നെ അവിടെ അരങ്ങേറിയത് ഒരു ചോരക്കളി തന്നെയായിരുന്നു. വലിയൊരു സംഘം വരുന്ന സൈറസിന്റെയും റസലിന്റെയും ആളുകളുമായി മാർക്കോ ഏറ്റുമുട്ടി. ഒരു ഘട്ടത്തിൽ റസലിനെ ശക്തമായി കത്തികൊണ്ട് കുത്തി മുറിവേൽപ്പിച്ച മാർക്കോ അവന്റെ ഹൃദയം പറിച്ചു പുറത്തെടുത്ത് അവനെ വകവരുത്തി കളഞ്ഞു. ആ സമയത്താണ് വിക്ടറിന്റെ കുഞ്ഞ് ജീവനോടെയുണ്ട് എന്ന് സൈറസിൽ നിന്ന് മാർക്കോ മനസ്സിലാക്കുന്നത്. ആസിഡിലിട്ട് കരിക്കാൻ വേണ്ടി ആസിഡ് ടാങ്കിന് സമീപം അവർ കുഞ്ഞിനെ വെച്ചിരിക്കുകയായിരുന്നു. സൈറസ് കുഞ്ഞിനെ എടുത്ത് ആസിഡിലേക്കിടാൻ തയ്യാറായി നിന്നു. മാർക്കോ ഒട്ടും മടിച്ചില്ല. തന്റെ കറ്റാന കൊണ്ട് സൈറസിന്റെ തല വെട്ടി വീഴ്ത്തി. കുട്ടി ആസിഡിൽ വീഴുന്നതിനു മുമ്പ് കുട്ടിയെ പിടിച്ച് രക്ഷപ്പെടുത്തുകയും ചെയ്തു. തന്റെ കുടുംബത്തോട് ചെയ്തതിനൊക്കെയും അതേ രീതിയിൽ മാർക്കോ അവരോട് പ്രതികാരം ചെയ്തു കഴിഞ്ഞിരുന്നു. കുഞ്ഞുമായും വളർത്തു നായുമായും മാർക്കോ ഫാക്ടറി വിട്ടിറങ്ങി. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. പിന്നീട് ഒരു ടൈലൻഡിൽ വിക്ടറിന്റെ മകൻ വളർന്നതായും മാർക്കോ അവന്റെ ഗാർഡിയനായിട്ടുള്ളതായും അവരെ തിരക്കി ഒരു സംഘം ഡിഫൻഡർ വണ്ടികൾ വരുന്നതായും ദൃശ്യവൽക്കരിക്കുന്നുണ്ട്. മാർക്കോ എന്ന തീവ്രമായ ആക്ഷൻ രംഗങ്ങളുള്ള ഈ ചലച്ചിത്രം അതിന്റെ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുമല്ലോ. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.